ഞാൻ ഇപ്പോൾ ബൈബിൾ ക്ലാസ്സിന് പോകുകയാണ്. ഹെബി സവർണാണ് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ നാം ആത്മീയ ജീവിതത്തിൽ ശക്തി പ്രാപിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ ബാക്കി ഭാഗം പ്രിയദാസൻ ഇന്ന് ക്ലാസ്സിൽ കൂടെ നമ്മെ അറിയിക്കുന്നതായിരിക്കും. ആ ബൈബിൾ ക്ലാസ് അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ സൗരൻ ടി എ ജോൺ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എരുമപ്പെട്ടി സ്ഥലം സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, എളിയവരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ YMF തൃശ്ശൂർ യൂണിറ്റിനുള്ള ബന്ധത്തിൽ ഇന്നലെയും ഇന്നും 2 ദിവസങ്ങളിലായിട്ട് സുവിശേഷ പ്രവർത്തനം ഈ സഭയോട് ചേർന്ന് ഇവിടെ നടത്തുവാൻ ഇടയായിത്തീർന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങളായിട്ട് ഈ എരുമപ്പെട്ടി പ്രദേശങ്ങളിൽ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ചു വരുന്നു. ഇവിടെയും ഒരു സ്ഥലം സഭ സ്ഥാപിതമാകുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒക്കെ ഇടയായി. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ആ ദൈവമേ കാര്യപരിപാടികൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ അത് നാൾക്കുനാൾ ജ്വലിച്ച് വരുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ VD ജെയിംസ് ഓറിനായിട്ടും കുടുംബത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരും ഈ ദേശത്ത് താമസിച്ച് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ദീർഘവർഷം കർത്താവിനെ സേവിച്ച് വരുന്നു. ദൈവമേ PT ചാക്കോസ് ഓരനും ദൈവീ സഭയോട് ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നലെയും ഇന്നുമായിട്ട് ഇതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നല്ലോ. ഇന്ന് പകൽക്കാലവും തൽപരരായിട്ടുള്ള പല ഭവനങ്ങളിലും കടന്നു പോകുവാനും ദൈവനും പറയുവാനും ചില വ്യക്തികളൊക്കെ കർത്താവിനെ സ്വീകരിക്കുവാനും ഇടയായിട്ടുണ്ട്. വരും നാളുകളിൽ അവരെ കാണുവാനും അതിൻ്റെ ഫോളോ അപ്പ് വർക്ക് നടക്കുവാനും ദൈവമേ പകലുള്ളിടത്തോളം ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനോടനുബന്ധമായിട്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ ഇന്നലെയും ഇന്നുമായിട്ട് 2 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും കർത്താവെ ആ നിലയിൽ ദൈവസേനയിൽ ഇരിക്കുവാനും ഒക്കെ സാവകാശം തന്നല്ലോ. അവിടുത്തെ വൃത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, വിശേഷാൽ ഹെബി സോറിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവ വചന പഠനം ഞങ്ങൾക്ക് അതിൻ്റെ മുൻപിലായിരിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ തുടർമാനമായിട്ടും ഞങ്ങൾ ദൈവമേ പഠിക്കുവാനായിട്ട് തിരുസേനയിൽ ഇരിക്കുന്നു. അവിടുത്തെ ദാസനെ ശക്തീകരിച്ച് ഞങ്ങളുടെ മധ്യ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചുകൊള്ളുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവമേ അത് പ്രായോഗിക ജീവിതത്തിൽ അനുവൃത്തമാക്കുവാൻ ദൈവമേ ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ കർത്താവെ ഞങ്ങൾ ദൈവമേ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയാക്കണമേ. തുടർന്നും നടക്കേണ്ട ശുശ്രൂഷകളൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇപ്പോൾ തിരുസന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് അവിടുത്തെ ദാസനെ ഞങ്ങൾ പരിമേൽപ്പിക്കുന്നു. കൂട്ടിവരുത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ JV സൈമൺ സാർ എഴുതിയ പാട്ടുകളും ഞങ്ങൾക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. അവിടുത്തെ ദാസനും ആ നിലയിൽ ദൈവമേ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളതായ ആ വിലയേറിയ മൂല്യങ്ങൾക്കായിട്ടൊക്കെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസനെ ഇത്രത്തോളം ശക്തീകരിച്ച് ബലപ്പെടുത്തി ഞങ്ങളുടെ മധ്യ കൊണ്ടുവന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മാനും മഹത്വം തിരുമേനിയെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. അവൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസേനയിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും പഠിക്കുവാനും തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഇന്നും അത് ഞാൻ വിട്ടുപോകണ്ട എന്ന് കരുതിയാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വരമേൽപ്പിച്ച പ്രിയ YMFൻ്റെ ഭാരവാഹികളുള്ള നന്ദി ഞാൻ തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. അത് എനിക്കും ഒരു പ്രോത്സാഹനമാണ്. കഴിഞ്ഞ നാളുകളിൽ പല സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ദൈവസേനയിൽ ഓർക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളെ പുതിയ തലമുറയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ആ തലമുറകൾ അത് വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്നുള്ളതും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വാസ്തവത്തിൽ ഇത് ഒരു വചന പഠനം എന്ന് പറയുമ്പോൾ ഞാനും കൂടി പഠിക്കുക, അല്ലാതെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരുമിച്ച് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതുമായ വചനമാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ അല്പസമയം ഇരിക്കാം. ഇന്നലെ വായിച്ച ആ വാക്യം തന്നെ പ്രാരംഭമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം.
കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനെ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. പത്രോസ് സഹവിശ്വാസികളോട് പറയുകയാണ്, വളരണം. ഇരുന്ന ഇരിപ്പിലിരുന്നാൽ പോരാ, ജനിച്ച പോലെ പോരാ, വളരേണ്ടത് ആവശ്യമാണ്. ഫിസിക്കലായിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആത്മീയമായ വളർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ കാണേണ്ടത് ആവശ്യമാണ്. പ്രായോഗിക ജീവിതത്തിൽ അത് കാണുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഈ ആത്മീക വളർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്നലെ ചിന്തിച്ചത്, അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ആത്മീകമായ വിവേചന ബുദ്ധി, വിവേകം ഉണ്ടാകണം എന്നുള്ളതാണ്. മലയാളം ബൈബിളിൽ വിവേകം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, വിവേചിച്ചറിയുവാനായിട്ടുള്ള ആ കഴിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഭേദാഭേദങ്ങളെ, നമ്മൾ ഇന്നലെ അത് ഓർത്തതാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഭേദാഭേദങ്ങളെ വിവേചിച്ച് അറിയുവാനായിട്ടുള്ള ആ അറിവ് അവർക്കുണ്ടാകണം എന്ന് പൗലോസ് അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റേതായിരിക്കുന്ന വിധങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് ഓർക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ ചില വ്യക്തി ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് ഓർക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വിവേചന ബുദ്ധി അവരുപയോഗിച്ചത്, അതിനുവേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചത് ആരാണ് എന്നൊക്കെ നമ്മൾ ഓർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിയാത്ത രണ്ട് കൂട്ടരുണ്ട്. വിവേചിച്ചറിയുന്ന കൂട്ടരെയാണ് ആത്മീകർ എന്ന് പറയുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും നമ്മൾ ആ വാക്യങ്ങൾ എടുക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതാണ്. പ്രാകൃത മനുഷ്യനുണ്ട്, ഇതിലൊന്നും പെടാത്തതാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല. നമ്മൾ എഫെസ്യ ലേഖനത്തിലൊക്കെ വായിച്ച പോലെ ദൈവമില്ലാത്തവരായിട്ട് ശത്രുക്കളായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. നമ്മളും ആ നിലയിലായിരുന്നു. അപ്പോൾ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാനായിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നവരായിരുന്നു. ദൈവവചനം അവർക്കൊക്കെ അത് പറയാറുണ്ടല്ലോ, കുടം കമഴ്ത്തി വെള്ളമൊഴിക്കാന്ന് പറയില്ല, അതുപോലെയായിരുന്നു. മനസ്സിലായില്ല, എത്ര കേട്ടാലും അതൊന്നും ചെവി പോയില്ല. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് കർത്താവിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ ആ വ്യക്തികൾ ആത്മീകരായിട്ട് തീർന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തികളായിട്ട് മാറി. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ആ അറിവ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല, ആ അറിവോടുകൂടിയാണ് ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ആ അറിവ് നമ്മെ നന്മയെയും തിന്മയെയും ആകാത്തതിനെയും നല്ലതിനെയും ഒക്കെ തിരിച്ചറിയുവാനായിട്ടുള്ള ആ വലിയ പരിജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടേതായിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് നമുക്കൊരിക്കലും അത് അനലൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വിവേചിച്ചറിയുവാനായിട്ടോ സാധിക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മാവ്, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, എക്സലൻറ്റ് സ്പിരിറ്റാണ് അവരിലുള്ളത്. ഏറ്റവും മഹത്തായ, ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആത്മാവാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ വ്യക്തികളായിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം കർത്താവിന് മുമ്പാകെ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും, തികഞ്ഞ ജീവിതം നയിക്കുന്നവരായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നാൽ അതിൽ തന്നെ ആത്മീയരായിട്ട് മുൻപോട്ട് പോകുമ്പോൾ തന്നെ ഈ ദൈവവചനത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാനോ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുവാനോ ധ്യാനിക്കുവാനോ ഒന്നും ഇടയാകാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജഡത്തിൻ്റേതായിരിക്കുന്ന തൻ്റേതായിരിക്കുന്ന സ്വയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയാമെങ്കിലും അവർക്ക് പൗലൂസ് പറയുന്ന പേരാണ് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് ജഡീകന്മാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവർ രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ ആത്മീകർക്ക് വേണ്ടതായിരിക്കുന്ന ഒരു ക്വാളിറ്റിയും അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുകയില്ല എന്ന് അതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പല സ്ഥലം സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവരിൽ കൂടിയാണ് എന്നുമാണ് ചിന്തിക്കാനായിട്ട്. ഞാൻ ആ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്താൻ, മറ്റുള്ളവരെ നമുക്ക് ആളിങ്ങനെയാണ് നമുക്കത് കണക്കൂട്ടാനായിട്ട് വിധിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഞാൻ ആ പട്ടികയിൽ പെടുന്ന ആളാണോ, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കണം, ഇത് നമ്മുടെ ഓരോരുത്തരും ചിന്തയിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്.
ആത്മീകനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ആരാലും വിവേചിക്കപ്പെടുക, മറ്റുള്ളവരാൽ വിവേചിക്കപ്പെടാൻ കഴിയാത്ത, എന്നാൽ എല്ലാത്തിനെയും വിവേചിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സാധിക്കുന്ന വ്യക്തിത്വമാണ് ആത്മീകന്മാരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനിയും നമ്മൾ ആത്മീയമായി വളരുവാൻ ഉള്ള ആ കാര്യത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കഴിയാൻ ആഗ്രഹിക്കുന്നത് മെച്യൂരിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്, പക്വതയിലേക്ക് വരിക എന്നുള്ളതാണ്. മനസ്സിലായി? ആത്മീക പക്വതയിലേക്ക് നാം എത്തേണ്ടത് ആവശ്യമാണ്. കുറേ അറിവ് നമുക്കുണ്ടായിട്ട് കാര്യമില്ല, ആത്മീയമായ പക്വത. ഇപ്പോൾ നമുക്കറിയാം, ചിലരെ കുറിച്ചൊക്കെ പറയും വയസ്സ് 10-60 ഇപ്പോഴും ശരിയായ രീതിയിലൊന്നും ആൾക്കാരോട് പെരുമാറാൻ അറിയില്ല എന്ന് പറയും, ഇല്ലേ? നമ്മൾ സാധാരണ പറയും. ഇതേപോലെ തന്നെയാണ് ആത്മീയമായ ജീവിതത്തോട് ബന്ധപ്പെട്ടും ആത്മീയമായ പക്വതയിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. വചനം ഒരുപാട് അറിയാമെങ്കിലും ആത്മീയമായ പക്വത പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. അത് നാം ആ രീതിയിൽ തന്നെ അതിൻ്റെ അളവിലേക്ക് നമ്മൾ എത്തേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്കറിയാവുന്ന വാക്യങ്ങളാണ് അതൊക്കെ. എഫ് എസ് ലേഖനം 4-ാം അധ്യായം, എഫ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എഫ് ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവമത്വത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ശരിയാലും പ്രായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുയരുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇവിടെ പൗലോസ് ഒരു നീണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും, പക്ഷേ അവിടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആത്മീയമായ വളർച്ചയുടെ പക്വതയിലേക്ക് എത്തുന്നതിൻ്റെ കാര്യം അവിടെ ഫൈനൽ എന്ന് പറയുന്നത് 15-ാം വാക്യത്തിലാണ് പറയുന്നത്. 16-ാം വാക്യത്തോട് ആരംഭിച്ച്, അതായത് 15-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എത്രത്തോളം ലിമിറ്റേഷൻ എത്രയാണ്, സ്കെയിൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, അളവ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ക്രിസ്തു എന്ന പലപ്പോഴും പലരും ക്രിസ്തുവിൻ്റെ തലയോളം എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ എന്ന് വെച്ചാൽ കർത്താവിനോളം എത്താൻ നമുക്ക് സാധിക്കും. കർത്താവിന് യാതൊരു പരിഭവവും ഇല്ല ആ കാര്യത്തിൽ. പല നേതാക്കന്മാർക്കും ശിഷ്യഗണങ്ങളുണ്ട്, ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കും. പക്ഷെ അവരൊന്നും നേതാക്കന്മാരൊപ്പം എത്താനായിട്ട് അവരെ ആ നിലയിൽ അനുവദിക്കില്ല. നീ അത്ര ഉണ്ട് ആവണ്ട എന്നുള്ള പക്ഷെ നമ്മുടെ കർത്താവിന് എങ്ങനെയാണ്? കർത്താവിനെ പോലെ തന്നെ ആയിരിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത് 2 കാര്യങ്ങളെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, അവിടെ പറയുന്നത് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് തികഞ്ഞ പുരുഷത്വം, അല്ലേ? മെച്യൂരിറ്റിയുടെ മറ്റൊരു വാക്ക് അത് തികഞ്ഞ പുരുഷത്വം. പിന്നെ 13-ാം വാക്യത്തിലാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം. 13-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ 12-ൻ്റെ അവസാനം അത് പ്രായത്തിൻ്റെ അളവ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 13-ാം അധ്യായം, 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ ലേഖനമാണ്, നമുക്കറിയാം. അതിൽ പൗലോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, നമുക്കതൊന്ന് നോക്കാം. 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പോൾ ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും പക്വതയിലേക്ക് എത്തിയപ്പോൾ ശിശുവിനുള്ളതെല്ലാം വിട്ടുകളഞ്ഞു. ശിശുവായിരിക്കുമ്പോൾ അതുപോലെ ഞാൻ ചിന്തിച്ചു, അതുപോലെ സംസാരിച്ചു, അതുപോലെ പെരുമാറി, എല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രായത്തിലേക്ക് എത്തി, പക്വതയിലേക്ക് വന്നു. ഇനി ഞാൻ അതിൽ തുടർന്ന് പോകേണ്ട കാര്യം ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ 73 വയസ്സാവാനാണ് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഒന്ന് എപ്പിസോഡിനൊന്ന് വിസിറ്റ് ചെയ്യാൻ വഴിക്ക് വന്നപ്പോൾ ഒന്ന് കാണാൻ വന്നു വിചാരിച്ചോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വിരലും ചപ്പിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചോ.
അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇതെന്ത് എബിസോറി വിരല് ചപ്പിട്ടിരിക്കണേ, ഇതൊക്കെ ചെറിയ പിള്ളേർ ചെയ്യുന്ന പണിയല്ലേ? ഞാനൊരു ഫീഡിങ് ബോട്ടിൽ വായിൽ വെച്ചിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ അപ്പോഴും അല്ലേ നമ്മളായിട്ടില്ല എന്നർത്ഥം. അവർക്ക് മനസ്സിലാവും ഈ സഹോദരനെ കാര്യമായിട്ടുള്ള ഒന്നും ആയിട്ടില്ല. ഇതേപോലെ തന്നെ ആത്മീയമായ വിഷയങ്ങളിലും നമ്മൾ ശിശുവിനെ പോലെ അല്ല പിന്നീട് നമ്മൾ പരിമാറേണ്ടത്. അത് കേവലം ജഡികന്മാരോട് ബന്ധത്തിൽ നിങ്ങൾ കേവലം ശിശുക്കളല്ലേ എന്ന് പറയുന്നുണ്ട് അവിടെ, മനസ്സിലായില്ലേ? നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആത്മീകരാണ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മളിന്നലെ വായിച്ചതാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടം മുഖം നിറവേറ്റപ്പെടുകയില്ല. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിച്ചിരുന്ന നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം ദാനമായിട്ട് തന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യ ദാനമായിട്ട് തന്നെ നമുക്ക് ലഭിച്ചത് എന്താ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് തന്നത്? നമ്മെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മെ ഉപദേശിക്കുവാനായിട്ട്, നമ്മെ ഗുണദോഷിക്കുവാനായിട്ട്, നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തരുവാനായിട്ടാണ് പരിശുദ്ധാത്മാവൊക്കെ തന്നിട്ടുള്ളത്. അല്ലാതെ കുറേ തുള്ളി കൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ ജീവിതം കൺട്രോൾഡ് ആയിരിക്കണം, വളരെ പക്വതയോടുകൂടി ആയിരിക്കണം. അതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് തന്നത് എന്ന് ആ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും അലഞ്ഞുഴലുന്ന ശിശുക്കളെ പോലെ ആകാതിരിക്കുവാനായിട്ട് വചനം നന്നായി പഠിച്ച് ഉപദേശ വിഷയങ്ങളിൽ കൃത്യമായി നമ്മൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് എഴുതിയ കാലത്ത് തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഉപദേശത്തിൻ്റെ കളികളപ്പോൾ പല തരത്തിലുള്ള ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ്, അട്രാക്റ്റീവായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇന്ന് പലരും, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ പറയണ്ട, തുറന്നു നോക്കിയാൽ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെയുള്ള നമ്മൾ കൺഫ്യൂഷനാക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ സംശയിക്കാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കിയിരിക്കണം, പഠിക്കണം, സ്വയം പഠിക്കണം. അതാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ കണ്ടിന്യൂ ചെയ്യും. വസിപ്പിൻ, നിങ്ങളതിൽ കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ഈ കൃത്യമായിട്ടുള്ള സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഡൈവേർഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായി തീരില്ല എന്നാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ആ കാലത്തും ഇങ്ങനെയുള്ള പല പെശക് പിടിച്ച ഉപദേശങ്ങളും നടന്നുകൊണ്ടിരുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. നമ്മൾ 3-ാം ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, ആ ഉപദേശമായിട്ട് വരുന്നവനെ വീട്ടിൽ കൈക്കൊള്ളാൻ പാടില്ല പറഞ്ഞത് അല്ലേ, ആട്ടി പുറത്താക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ പക്വത പറഞ്ഞെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനത്തിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. വെറുതെ കിട്ടുമോ പരിജ്ഞാനം? ഇല്ല. നമ്മൾ കുറച്ച് മെനക്കെടണം എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ചിരിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ സമയം കണ്ടെത്തണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ക്വൈറ്റ് ടൈം നമുക്ക് എപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെറുതെ പറയുന്നതല്ല. വളരെയധികം സമയം രാത്രി ഞാൻ ആ നിലയിൽ ഇരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവരും ചെയ്യുന്നവരാണ് എനിക്കറിയാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കും നല്ല പ്രിയപ്പെട്ടവരും ആ നിലയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാപിക്കുന്നവരാണ് എനിക്കറിയാം. എങ്കിലും ഞാൻ പൊതുവെ പറയുന്നു മാത്രം, നമുക്ക് അങ്ങനെ സമയം വേർതിരിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതേ ലേഖനത്തിന് 4-ാം അധ്യായം നമുക്കെടുക്കാം. 4-ാം അധ്യായത്തിലെ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് അവിടെ യോഹന്നാൻ പറയുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഇവിടെയാണ് സ്പിരിച്വൽ ഡിസേൺമെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്, മനസ്സിലായില്ലേ? വിവേചനം നമ്മൾ വിവേചനശക്തി ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. കണ്ടതും കേട്ടതൊക്കെ അതാണ് അല്ല. കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ
മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ആത്മാവിനാലാണ് നമ്മളത് വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ്ട് രണ്ടാം വാക്യത്തിൽ ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താ? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട് എന്ന് ഇവിടെ കാണും. അപ്പോൾ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഇപ്പം തന്നെ ഉണ്ട് ഈ വക കേസുകളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാരിലൂടെ കേട്ട വചനങ്ങൾ, ഇതുപോലെയുള്ള വളരെ വൈഡായിട്ടുള്ള ക്ലാസ്സുകളൊന്നും വന്ന് ലഭിക്കാനായിട്ടില്ല. അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിക്കുന്ന അത് മാത്രമേ അത് പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ആത്മാവ് ഞാൻ പറഞ്ഞു, എൻ എക്സലൻറ്റ് സ്പിരിറ്റ് ഇൻ അസ്, നമ്മുടെ ജീവിതത്തിലെ എക്സലൻറ്റ് സ്പിരിറ്റിനാണ് ദൈവം തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ വിവേചന ശക്തിയാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതിൽ ഗുഡായിട്ടുള്ളതുണ്ട്, വെരി ഗുഡായിട്ടുള്ളതുണ്ട്. ഒക്കെ നല്ലത് തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി, അവരുടെ മാർക്ക് പേപ്പറൊക്കെ ആയിട്ട് വന്നു, അല്ലെങ്കിൽ അവരുടെ ഡയറി ആയിട്ടൊക്കെ വന്നു, നമ്മൾ കാണിക്കുമ്പോൾ പിള്ളേർ ആദ്യം തന്നെ കാണിക്കുക മാർക്കിൻ്റെ എണ്ണം എന്നല്ല കാണിക്കുക, സൈഡിൽ ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ള കാണിക്കുക. അപ്പോൾ ചിലവർക്ക് എഴുതുന്നു ഗുഡ് എഴുതിയവന് അത്ര വലിയ താല്പര്യം. വെരി ഗുഡാണെങ്കിലും പിള്ളേർ അതാ വെരി ഗുഡാണ് കിട്ടിയെന്ന് പറയും അല്ലേ. അപ്പോൾ ഗുഡുണ്ട്, നല്ലത്, കുഴപ്പമില്ല, ആവറേജാണ്. വെരി ഗുഡാകുമ്പോഴോ കുറച്ചും കൂടി നല്ല നിലയിലാണ് എന്ന് ആ ടീച്ചർ പറയുന്നു. എന്നാൽ ചില കുട്ടികളുടെ പേപ്പറിൽ എക്സലൻ്റ് എന്ന് എഴുതും. പിള്ളേർ 4 ചാട്ടം ചാടും അല്ലേ, എക്സലൻ്റാണ്, മനസ്സിലായി. അത് കിട്ടാനായിട്ടാണ് പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. ദൈവിക കാര്യത്തിൽ എക്സലൻ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം നാം കൊടുക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, പൗലോസ് എഴുതിയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അവരെന്താണ് ആഗ്രഹിച്ചിരുന്നത് ജീവിതത്തിൽ എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ ബന്ധത്തിൽ അവിടെ പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എബ്രായ ലേഖനം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ മതി അത്ര വായിച്ചാൽ മതി. അവർ എന്തിനെ ആഗ്രഹിച്ചിരുന്നവർ? ബട്ട് നൗ ദ ഡിസയർ എ ബെറ്റർ കൺട്രി ദാറ്റ് ഈസ് എൻ ഹെവൻലി. ഏറ്റവും നല്ലതിനെ അവരാഗ്രഹിച്ചു. അത് സ്വർഗത്തിലെ സ്ഥലങ്ങൾ, മനസ്സിലായില്ലേ? സ്വർഗത്തെ തന്നെയാണ് അവരെ ആഗ്രഹിച്ചത് ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് അവിടെ എത്തുവാനായിട്ടുള്ള ക്രമീകരണമാണ് അവർ ജീവിതം കൊണ്ട് അവർ സാധിപ്പിച്ചെടുത്തത് എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും നല്ലതിനെ, ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒരുമിച്ചുള്ള സ്വർഗീയ ജീവിതമാണ് അവർ തിരഞ്ഞെടുത്തത്. ഇന്നത്തെ പോലെ നമ്മെപ്പോലെ ഇത്രയും കൃത്യമായിട്ട് ഭാവിയെക്കുറിച്ച് വ്യക്തമാക്കപ്പെട്ടവരല്ലായിരുന്നു എന്നവർ. നമുക്കാണ് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് എല്ലാ തിരുവെഴുത്തുകളുടെ സത്യങ്ങളും വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അന്ന് അവർക്കത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും അവർ അതിനു വേണ്ടി അത് കിട്ടുവാനായിട്ട്, അത് ലഭിക്കുവാനായിട്ട് അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തണം, അതിനു വേണ്ടിയാണ് ഞങ്ങളെ കർത്താവ് ഈ നിലയിൽ കൊണ്ടുപോകുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ജീവിതമായിരുന്നില്ല. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്, ആ പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അവർ ആ ബെറ്റർ പ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ഓർത്തിരുന്നത്, അതിനുവേണ്ടി കാത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടെ പിന്നാക്കം പോയാൽ മോശയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് തന്നെ പറയുന്നു. നമുക്ക് 11-ാം അധ്യായത്തിൽ തന്നെയുണ്ട്, നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നത് കാണാൻ 25-ഉം 26-ഉം വാക്യങ്ങൾ. 11-ാം അധ്യായത്തിൻ്റെ 25-ഉം 24 മുതൽ വായിക്കാം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന്
എണ്ണുകയും ചെയ്തു. മോശയുടെ ആ വലിയ കാഴ്ചപ്പാടിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പറയാൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും മോശയുടെ ബന്ധത്തിൽ പറയുന്നത് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, താൻ ഉപേക്ഷിച്ച കാര്യം. ഒരു രാജകുമാരനായിട്ട് അറിയപ്പെടുവാനായിട്ട് താൻ ആഗ്രഹിച്ചില്ല. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന രീതിയിൽ അവിടെ ആയിരിക്കാമായിരുന്നു, പക്ഷെ അത് ആഗ്രഹിച്ചില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ചിന്ത വരാനായിട്ട് എന്താ കാരണം? അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ 25-ാം വാക്യം പറയുമ്പോൾ പ്രതിഫലം നോക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് നോക്കിയില്ലെങ്കിൽ ഇവിടെ തന്നെ കൂടും, സുഖമല്ലേ, രാജാവായിട്ട് അടുത്ത രാജാവായിട്ട് ആൾക്കവിടെ വാഴാൻ സാധിക്കും. പക്ഷെ അതിലേക്ക് നോക്കാതെ ദൈവജനത്തോടുകൂടി കഷ്ടം തിരഞ്ഞെടുക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അതിനെ ഫോക്കസ് ചെയ്ത് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാളും ഏറ്റവും മെച്ചമായത് ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നതാണ് നല്ലത്. ഇസ് ബെറ്റർ, അതാണ് ഏറ്റവും നല്ലത് എന്ന് മോശെ കണ്ടു, തീരുമാനിച്ചു, നടപ്പിലാക്കി. അതിൻ്റേതായിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ, ദൈവം അടുത്ത് അറിഞ്ഞ് അഭിമുഖമായി സംസാരിച്ച മോശെ എന്ന നിലയിൽ ഒരു സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ടും ലഭിക്കുവാനായിട്ടും ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ മുൻപിൽ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കർത്താവ് പ്രായോഗിക ജീവിതത്തിൽ ഈ പക്വത എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ ഇതിനോട് ചേർത്താണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞെങ്കിലും കൂടി ഞാനത് പറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകളാണത് കാണാൻ സാധിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു സ്കെയിൽ കർത്താവ് അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവിടെ എന്താ പറയുന്ന വാക്യം? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. അപ്പോൾ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്ന് പറയുന്നത്? ന്യായപ്രമാണമാണ് അവരുടെ നീതി. അപ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വള്ളുപുള്ളി മാറ്റാതെ അനുസരിക്കുന്നവരാണ്, അല്ലേ? പുറമേയുള്ള പല കാര്യങ്ങളും, പതാരം കൊടുക്കൽ, അത് ഇത് പാത്രങ്ങൾ വൃത്തിയാക്കൽ, ഇങ്ങനെ ഒരുപാട് പുറമേയുള്ള പല കാര്യങ്ങളും അവർ കൃത്യമായിട്ട് പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു ക്വാളിറ്റിയും കാണിക്കാത്തവരാണ് അവർ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവരുടെ നീതിയല്ല നമുക്ക് ആവശ്യം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് പിന്നെ ആവശ്യം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ കൊടുക്കുന്ന ആ പുതിയ പ്രമാണം, അതാണ് നീതി, കർത്താവിൻ്റെ നീതി. നമുക്കത് നോക്കി നോക്കാം. അടുത്ത വാക്യത്തിൽ പറയുന്നത് 21-ാം വാക്യത്തിൽ എന്താണ് അവിടെ പറയുന്നത്? അവരുടെ നീതി എന്താണെന്ന് കർത്താവ് പറയുന്നു. 21-ാം വാക്യത്തിൽ അവിടെ എന്താ വായിക്കുന്നത്? അവരുടെ നീതി കൊല ചെയ്യരുത്. മതി, കൊല ചെയ്യരുത്. കൊല ചെയ്താൽ ന്യായവിധിക്ക് ഹേതുവാകും, യോഗ്യനാകും എന്ന് പൂർവികന്മാരെ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ന്യായപ്രമാണത്തിൽ ഒരു കാര്യമാണ് കർത്താവ് അവരോട് പറയുന്നത്, കൊല ചെയ്യരുത്. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്, അത് മരണശിക്ഷ ഏൽക്കേണ്ട കുറ്റം തന്നെയാണ് എന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത്, 22-ാം വാക്യം, കർത്താവ് പറയുന്ന നീതി എന്താണ്? ഇതാണ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് ഹേതുവാകും. പഴയ പ്രമാണം അനുസരിച്ച് കൊല്ലണം, പുതിയ പ്രമാണം അനുസരിച്ച് കർത്താവ് പറഞ്ഞു കൊല്ലലെന്നല്ല ഇവിടെ വിഷയം, കോപിച്ചാൽ മതി. മനസ്സിലായി? സഹോദരനോട് കോപിച്ചാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ന്യായവിധിക്ക് യോഗ്യനാകും എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ വളരെ കർക്കശമായ നിയമമാണ് ഇന്ന് വിശ്വാസികളെ നമുക്ക് കർത്താവ് തന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. 27-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 27-ാമത്തെ വാക്യം, അവിടെ പരീശന്മാരുടെ നീതി എന്താണെന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്യുന്നു, കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യഭിചാരം ചെയ്യരുത്, ഇത് ന്യായപ്രമാണത്തിൽ മറ്റൊരു പ്രമാണമാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 10 കൽപ്പനകളിലെ ഒന്നാണ് വ്യഭിചാരം ചെയ്യരുത്. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതിന് ശിക്ഷ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കൊല അല്ലെങ്കിൽ വധശിക്ഷയാണ് അതിനുള്ളത്, നമുക്കറിയാം. പക്ഷെ കർത്താവ് പറയുന്നത്
ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ 28-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 28-ാം വാക്യം, സ്ത്രീയെ മോഹിക്കേണ്ടതിന് വ്യഭിചാരമൊന്നും ചെയ്യണ്ട, ഒന്ന് നോക്കിയാൽ മതി. ആ നോട്ടത്തിൽ ഞാൻ പാപപങ്കിലമായ ചിന്തയോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ അത് വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന കർത്താവ് പറഞ്ഞത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ മോഹം എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ ഒരു സ്ത്രീയെ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ അതേറ്റവും വലിയ പാപമാണ് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, പരീശന്മാരുടെ നീതി ന്യായപ്രമാണത്തിലെ നീതിയാണ്, ഞാൻ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പ്രമാണമാണ് നിങ്ങൾ കരുതുന്നത്. ഇത് എളുപ്പമൊന്നുമല്ല, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ഇനിയും നമ്മൾ 33-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 33-ാമത്തെ വാക്യം, അവിടെയും 10 കൽപ്പനകളിലെ ഒരു കാര്യമാണ് കർത്താവ് അവരോട് പറയുന്നത്. എന്താ പറയുന്നത്? കള്ളസത്യം ചെയ്യരുത്. അവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളതൊക്കെ, അതുകൊണ്ട് കർത്താവ് അത് തന്നെ പറയുന്നത്. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്യുന്നത് കർത്താവ് നിവർത്തിക്കണമെന്നും പൂർവ്വന്മാരുടെ അലി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 34-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. 5-ാം അധ്യായത്തിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ കർത്താവ് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടരുത് അത് അവൻ്റെ പാദപീഠം എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ ആവശ്യമില്ലാതെ അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തേണ്ട കാര്യം ഇല്ല എന്ന് കർത്താവ് അവരോട് പറയുന്നു. ആവശ്യമില്ലാത്ത രീതിയിൽ ചിലരൊക്കെ ഉണ്ട് വേദവസം കൈ പിടിച്ചിട്ട് സത്യം ചെയ്യലൊക്കെ ഉണ്ട് അല്ലേ. ചിലരായിട്ടുള്ള കോംപ്രമൈസ് ചർച്ചയൊക്കെ നടക്കുമ്പോൾ പണക്കൊക്കെ തീർന്നു വെച്ചാൽ അതിൻ്റെ അടയാളമായിട്ട് വേദവസത്തിൻ്റെ ചിലയിടത്ത് കണ്ടല്ലേ ബൈബിളിൽ കൈ വെച്ചിട്ടൊക്കെ അങ്ങോട്ട് തീരും. ഇത് നല്ല കാര്യം, നമ്മൾ ആകേണ്ടതുപോലെ ആകുകയാണ് ആവശ്യം. മനസ്സിനെ മാറ്റം ചെയ്യാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി 38-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതി. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പകരത്തിന് പകരം അല്ലേ. ഒരുത്തൻ കണ്ണടിച്ച് പൊട്ടിച്ചാൽ അവൻ്റെ കണ്ണും അടിച്ച് പൊട്ടിക്കാം. അവൻ്റെ കൊല്ലിക്ക് അടിച്ച് പല്ല് കൊഴിഞ്ഞാൽ എത്ര പല്ല് കൊഴിഞ്ഞോ അത്രയും പല്ല് അവന് കൊഴിക്കാം. ഇതായിരുന്നു അന്നത്തെ നിയമം. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? ആ നിയമം ഞാൻ മാറ്റി, കുറച്ചുകൂടി സിമ്പിളാവുമെന്ന് നമ്മൾ വിചാരിക്കുക. എന്താണ് പറയുന്നത്? 39-ാമത്തെ വാക്യം, അങ്ങനെ അടി കിട്ടിയാൽ പല്ല് പോയാലും അടുത്ത ആളുടെ പല്ല് പോകാനാണ് നോക്കണം. പിന്നെ എന്താണ്? അടുത്ത ചെകിട് കാണിച്ചു കൊടുക്കാനായിട്ട്. നിൻ്റെ ഇടത്തെ ചെകിടത്ത് അടി കിട്ടിയെങ്കിൽ നീ ചെയ്യണം വലത്തെ ചെകിട് കാണിച്ചു കൊടുക്കണം. ചിലരൊക്കെ പറഞ്ഞത് നിൻ്റെ ഇടത്തെ ചെകിടത്ത് അടി കിട്ടിയാൽ അവൻ്റെ വലത്തെ ചെകിടത്ത് അടിച്ചോളാനാണ് പറയാം. അങ്ങനെ കർത്താവ് പറഞ്ഞതെന്നൊക്കെ ചിലർ പറയാറുണ്ട്. എങ്കിലും അങ്ങനെയല്ല, നമ്മൾ കാണിച്ചു കൊടുക്കാനായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി വലിയൊരു പ്രധാനപ്പെട്ട കൽപ്പന കർത്താവ് അവരോട് പറഞ്ഞു. 43-ാമത്തെ വാക്യം, 43-ാമത്തെ വാക്യം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു കൽപ്പനയായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, ആ കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പിതാക്കന്മാർക്ക് കൊടുത്ത ആ പ്രമാണത്തിലെ ഒന്നാണ്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. വളരെ നല്ല കാര്യമാണത്, വളരെ നല്ല കാര്യമാണ്. ഈ കൽപ്പനയെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ്, നമുക്ക് ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കണം, നല്ലതാണ്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇത് വളരെ ഏറ്റവും സുപ്രധാനമായൊരു കൽപ്പനയാണ്. കർത്താവ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യാക്കോബ് അവിടെ സ്ഥാപിക്കുന്നത്. ആ വാക്യം ഒന്ന് ആരെങ്കിലും കിട്ടിയാലും വായിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കണം. മതി, ആ വാക്ക് കിട്ടാൻ വേണ്ടിയാണ്. രാജകീയ ന്യായപ്രമാണം, റോയൽ ലോ. ഇത് ചുരുങ്ങിയ കൽപ്പനയല്ല, രാജകീയ കൽപ്പനയാണത്. മനസ്സിലായില്ലേ? ആ നിയമമാണത്, രാജകീയ നിയമമാണ്, റോയൽ ലോ, രാജാവിൻ്റെ നിയമമാണ്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ സാധിക്കണം. പക്ഷേ കർത്താവ് എന്ന് പറയുന്നത് അറിയാമോ? 44-ാം വാക്യത്തിൽ 5-ാം അധ്യായം മത്തായി 5:44, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്താ പറയുന്നത്? ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറയുന്നത്. കൂട്ടുകാരെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. കൂട്ടുകാരെ സ്നേഹിക്കാൻ എളുപ്പമാണ്.
ഇങ്ങോട്ട് സ്നേഹം കൊടുത്താൽ അങ്ങോട്ടും സ്നേഹം കൊടുക്കാൻ നല്ലതിനാണ്. പക്ഷേ ഇങ്ങോട്ട് സ്നേഹം കാണിക്കാത്തവരെ സ്നേഹിക്കണം, അതിന് വില കൊടുക്കണം, വേണ്ടേ? വില കൊടുക്കണം. ഈ ആത്മീയമായ പക്വത എത്തിയാൽ മാത്രമേ നമുക്ക് ആ വില കൊടുത്ത് സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, സ്നേഹത്തിന്, ദൈവസ്നേഹത്തിന് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട ഗ്രീക്ക് വാക്കാണ് അഗാപ്പെ എന്നുള്ള വാക്ക്. മനസ്സിലായി? സാക്രിഫൈങ് ലവ്, ത്യാഗപരമായിട്ടുള്ള സ്നേഹം, കൊടുക്കുന്ന സ്നേഹം, ഗിവിങ് ലവ്. മനസ്സിലായില്ലേ? കൊടുക്കുന്ന സ്നേഹം, കഷ്ടം സഹിക്കുന്ന സ്നേഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വെറുതെ അങ്ങോട്ട് ഐ ലവ് യു എന്ന് പറയല്ല. അതിനു വേണ്ടി ശ്രമിക്കുന്ന, ആ വ്യക്തിക്ക് വേണ്ടി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയെ സഹായിക്കുന്ന, അതിന് വേണ്ടിയാണ് കർത്താവ് ഒരു കള്ളന്മാര കയ്യിലകപ്പെട്ട ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ ന്യായശാസ്ത്രിയോട്. ആരും അറിയാത്ത, പക്ഷേ അയാൾ എന്ത് ചെയ്തു? ആ വ്യക്തിക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞപ്പോൾ നമ്മുടെ നീതി നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ നീതി എന്ന് പറയുന്നത് നമ്മൾ നീതീകരിച്ചു. നമ്മിൽ നിന്ന് നീതിയാണ് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നീതിയായത് ഒക്കെയും, സത്യമായത് ഒക്കെയും, സൽകീർത്തിയായത് ഒക്കെയും. എത്ര പെർസെൻറ്റാ ഒക്കെ എന്ന് പറയുമ്പോൾ? 100% ആയിരിക്കണം. മനസ്സിലായി? 100% ആയിരിക്കണം. ഇത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ആത്മീയമായ പക്വത പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. പ്രവാസികളും വിദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ നന്നായി നടക്കണം, അല്ലേ? നന്നായി നടക്കണം. ജാതികൾ നിങ്ങളെ നല്ലത് പറയില്ല, ഇല്ലല്ലോ? പറയില്ല. നമ്മളെക്കുറിച്ച് ആരും അങ്ങനെ പറയില്ല, നല്ലത് പറയില്ല, ദോഷമേ പറയുള്ളൂ. പക്ഷേ അവരോട് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ പോകരുത്. നമുക്ക് ചെയ്യാനുള്ള ജീവിച്ച് കാണിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹാവിങ് യുവർ കോൺവെർസേഷൻ ഹോണസ്റ്റ് എമംഗ് ദി ജെൻറ്റൈൽസ്. നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാര രീതി, നമ്മുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം? ഹോണസ്റ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നമ്മളവരോട് ഇടപെടേണ്ടത്. നമ്മോടും ഇങ്ങോട്ട് കയർക്കും, നിങ്ങൾ കൊള്ളരുതാത്തെന്നൊക്കെ പറയും, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കാനായിട്ട് പാടില്ല എന്നാണ് അവിടെ പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലൂസിനെ കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് എടുക്കേണ്ട കാര്യം നമുക്ക് അറിയാവുന്ന ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ. അപ്പോൾ നമ്മളെവിടെയാണ്? ഇന്നായിരിക്കുന്നത് എവിടെയാണ്? ഒരു സംശയമില്ല. അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെയാണ്. ഒരു മാറ്റം വന്നിട്ടില്ല. ഈ തലമുറ ഒരു മാറ്റം വന്നിട്ടില്ല. വക്രതയും കോട്ടമുള്ള തലമുറയാണ്. അതിൻ്റെ നടുവിലാണ് നിങ്ങൾ. അത് നമ്മെ ഭരിക്കണം. ഞാൻ എവിടെയായിരിക്കുന്നത്? ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തല്ല. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും അപകടം നിറഞ്ഞ ആൾക്കാരുടെ മധ്യത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെങ്ങനെയായിരിക്കണം? അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് പിന്നെന്ത് ചെയ്യണം? അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് അത് വിടുകയാണ്. ജീവൻ്റെ വചനമെങ്കിലും പ്രമാണിക്കണം. മനസ്സിലായില്ലേ? പിറുപിറു കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിടുക. ചുരുങ്ങിയ പക്ഷം നമ്മൾ ജീവൻ്റെ വചനം പ്രമാണിക്കണം. പ്രമാണിക്കാൽ പഠിക്കണം എന്നല്ല, പ്രസംഗിക്കണം എന്നല്ല, അനുസരിക്കണം. ഇത് നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ വളർച്ച നമുക്ക് വളർച്ചയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ആ നിലയിൽ കാണാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം തൽക്കാലം വായിക്കാം നമുക്ക്. പിന്നെ അതിന് ചേർത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് 11-33. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പണി കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് കണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ശരീരത്തിന് വിളക്ക് നിൽക്കട്ടെ. അതിന് മുഴുവൻ വായിക്കേണ്ട. അതിൻ്റെ ശേഷം നമുക്ക് വായിക്കാനായിട്ടുള്ളത്
അതിൻ്റെ 35-ാമത്തെ വാക്യം, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിൻ്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അത് ശേഷം പ്രകാശിതമായിരിക്കും. അപ്പോൾ നമ്മെ ഒരു വിളക്കായിട്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ആ വിളക്കിൽ നിന്ന് അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് കൊടുക്കാൻ സാധിക്കണം. നമ്മുടേതായിരിക്കുന്ന ചില സാധനങ്ങൾ കൊണ്ട് അത് മൂടി വയ്ക്കാനായിട്ട് പാടില്ല. നമ്മൾ പ്രകാശം കൊടുക്കേണ്ടവരാണ്, പ്രകാശം കൊടുക്കുന്നവരാണ്. നമ്മളൊരിക്കലും ഇരുട്ടിനെ കൊടുക്കുന്നവരായിട്ടല്ല, വെളിച്ചം നമ്മൾ കൊടുക്കേണ്ടവരാണ്. ഒരു മിന്നാമിനിങ്ങനെ പോലെയെങ്കിലും നമ്മൾ ചെറിയൊരു നുറുങ്ങ് വെളിച്ചമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം എന്ന് കർത്താവ് അവിടെ പറയുന്നു. ഇത് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിച്ച് നടക്കണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ സൽപ്രവർത്തികൾ, കർത്താവിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തികളാണ് ആ പ്രകാശമായിട്ടൊരു വിളക്കിനെ പോലെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിത രീതിയാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് പത്രോസ് പറയുന്നു. നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മുടെ കർത്താവും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ഇവിടെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. അതായത് 2 പേര് പ്രാർത്ഥിക്കാൻ പോയത്, പരീശനും ചുങ്കക്കാരനും. പരീശൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ. അപ്പോൾ ആരാ ദൈവം? പുള്ളിക്കാരൻ തന്നെ അല്ലേ? ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അടുത്ത ആളെ പോലെ അല്ല എന്നൊക്കെ അവിടെ പറഞ്ഞു. സ്വർഗം അത് അംഗീകരിച്ചോ? ഇല്ല. പക്ഷെ അപ്പുറത്ത് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥന സ്വർഗദൈവം കേട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് സമർത്ഥിക്കാനല്ല ശ്രമിക്കേണ്ടത് എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ എടുക്കേണ്ട യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 58-ാം അധ്യായത്തിൽ അവിടെ നോമ്പ് നോൽക്കുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഉപവസിക്കുക എന്നർത്ഥം, മനസ്സിലായില്ലേ? നിങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷേ അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യാദികളെ നോക്കുന്നു, മനസ്സിലായില്ലേ? കാര്യാദികൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻ ദ ഡേ ഓഫ് യുവർ ഫാസ്റ്റ് യു ഫൈൻഡ് പ്ലഷർ, മനസ്സിലായില്ലേ? നിങ്ങൾ ചില സുഖങ്ങൾ അന്വേഷിച്ച് പോകുക ഫാസ്റ്റിങ്ങിൻ്റെ ആ സമയത്ത്, ഉപവാസത്തിൻ്റെ സമയത്ത്. മാത്രമല്ല നിങ്ങളുടെ ജോലിക്കാരെ കൊണ്ട് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പിന്നെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ തലയെ ഞാങ്ങണ പോലെ കുനിയിക്കുന്നു, ഇരട്ടിലും വെണ്ണീറിലും ഇരിക്കുന്നു. ഇതൊക്കെ പുറമേ കാണിക്കാനായിട്ടുള്ള പരിപാടി. ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമല്ല എന്ന് കർത്താവ് അവരോട്, പ്രവാചകനോട് പറയുന്നത് നമുക്ക് വായിച്ചാൽ നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ ഇന്ന് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ നിലവാരം എങ്ങനെ, മറ്റുള്ളവർ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ചില ജാടകളൊക്കെ കാണിച്ച് അങ്ങനെ ആകരുത്. ഞാൻ ആരായിരിക്കുന്നുവോ അതുപോലെ തന്നെ എന്നെ വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം. നമുക്ക് മുഖംമൂടിയൊക്കെ കിട്ടും, മുഖംമൂടിയൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഞാൻ ആരാണ് എന്ന് എൻ്റെ സ്വഭാവം വെളിപ്പെടുത്തും. അത് കർത്താവിൻ്റെ സ്വഭാവമായാൽ കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മിൽ നിന്ന് വെളിപ്പെട്ട് ഇന്നലെ നമ്മൾ ഓർത്തു ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ ഇടവരും. അപ്പോൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാണ് നമ്മൾ. ആ കൂട്ടാളികളായി തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഇനിയും എൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇതിനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരുക്കവും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മനസ്സും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ പരിശ്രമവും അതിൻ്റെ പിന്നിൽ ആവശ്യമാണ്. അതേ സമയത്ത് തന്നെ സഭയിലെ ഉത്തരവാദപ്പെട്ട ചുമതലയുള്ള വഹിക്കുന്ന ആത്മീയമായ ശുശ്രൂഷകൾ വഹിക്കുന്നവർക്കും സഭയിലെ ഓരോ വ്യക്തികളോടുമുള്ള ബന്ധത്തിൽ അവരെ ആത്മീയമായി വളർത്തുവാനായിട്ടുള്ള, വളർച്ച പ്രാപിക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കൊക്കെ കർത്താവ് സഭയിൽ ഒരു ശുശ്രൂഷ, ഒരു ചുമതല തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതായിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, ബിൽഡപ്പ് ചെയ്യണം, ഉയർത്തിക്കൊണ്ടുവരണം. അത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ സഭ അതിനെ വളരെയധികം മുൻകൈ എടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കുന്നംകുളത്താണ് എൻ്റെ ജീവിതം ആരംഭിച്ചത്. എൻ്റെ ജനനവും ജീവിതമൊക്കെ ആരംഭിച്ചത് അവിടെയാണ്.
ഞാൻ അവിടെ വെച്ചാണ് രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും. 76-ലാണ് ഞാൻ സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നത്. സഭയിലെ അന്നത്തെ പ്രായമുള്ള അപ്പച്ചന്മാരായിരുന്നു അന്നത്തെ മുപ്പന്മാർ. അവർക്ക് വലിയ സന്തോഷമായി. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവരെ സൺഡേ സ്കൂൾ എന്നെ ഏൽപ്പിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് കുട്ടിയുടെ ഇടയിലെ പ്രവർത്തനം. അവരെ ഏൽപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? രണ്ടാമത് കത്തുകൾ വായിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. സഭയിൽ കത്തുകൾ വായിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമായി. സൺഡേ സ്കൂൾ ഞാൻ ഏറ്റെടുത്ത് ആകെ 19 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ശാമൂനൊക്കെ അറിയാം, 140 കുട്ടികളായി. കുന്നംകുളത്ത് നമ്മുടെ ബ്രദർട്ടൺ സൺഡേ സ്കൂളിൽ 140 കുട്ടികൾ പഠിച്ചിരുന്നു. +2 വരെ ഞാൻ ക്ലാസ്സുകൾ വെച്ചു. ഞാൻ എന്തെന്നറിയാമോ? അതിലിടയ്ക്ക് +2 പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +3 ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ ചെറിയ കുട്ടികൾ ക്ലാസ് എടുക്കാനായിട്ടുള്ള പരിശീലനം കൊടുക്കാനായിട്ട് അതാത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ച് അവരൊപ്പം ഇരുത്തി അസിസ്റ്റ് ചെയ്തതാണ്. ഇന്ന് അവരൊക്കെ ഇന്ന് കുന്നംകുളം സഭയിലെ സൺഡേ സ്കൂൾ പ്രവർത്തനത്തിലും മൂപ്പന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ അവർ വളർന്നു വരട്ടെ, അത് നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ സന്തോഷമാണ്. എന്നെ പ്രോത്സാഹിപ്പിച്ചത് അന്നത്തെ പ്രായമുള്ള അപ്പച്ചന്മാരായിരുന്നു. അപ്പോൾ എനിക്ക് അവസരം കിട്ടിയപ്പോൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ പിള്ളേരെ ഞാൻ ഡെവലപ്പ് ചെയ്ത് ഉയർത്താൻ ശ്രമിച്ചു. അവരൊക്കെ ഇന്ന് ആ നിലയിൽ നല്ല സ്ഥാനത്ത് അവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ആത്മീയമായ നല്ല നിലവാരം പുലർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കൽ എന്നോട് അപ്പച്ചന്മാർ പറഞ്ഞു, നീ ഇടയ്ക്കൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് വന്ന ചെറിയ മെസ്സേജ് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഭാഗം ഒരു ദിവസം വായിച്ചു. 84-ാം സംഖ്യ എളുപ്പമുള്ളതാണല്ലോ. 84-ാം സങ്കീർത്തനം വായിച്ചു. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അങ്ങനെ കുറേ ദിവസമൊക്കെ ഇരുന്ന് ഒരാഴ്ചയുണ്ടല്ലോ, നമുക്ക് സമയമുണ്ടല്ലോ, അടുത്ത ഞായറാഴ്ചക്കാണല്ലോ വേണ്ടത്, ഒക്കെ തയ്യാറാക്കി ചെറിയ എനിക്കറിയാവുന്ന ഒരു മെസ്സേജ് പറഞ്ഞു. പക്ഷേ അതിലിടയ്ക്ക് എനിക്കൊരു ഭാഗ്യം കിട്ടി. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ഗാനം എഴുതാനായിട്ട് സഹായിച്ചു. 84-ാം സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ചപ്പോഴാണ് അങ്ങനെയുള്ളൊരു ഗാനം എഴുതാനാണ് സാധിച്ചത്. 77-ൽ എഴുതിയ ഗാനമാണ് എൻ അന്തരംഗവും എൻ ജീവനും. നിങ്ങൾ പലരും കേട്ട് കാണും. എൻ അന്തരംഗവും എൻ ജീവനും എന്ന പാട്ട്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, നമുക്ക് പ്രോത്സാഹനം തരാനായിട്ട് പിന്നിൽ ആളുണ്ടെങ്കിൽ വളരും, അല്ലെങ്കിലോ തളരും. ആരെയും തളർത്തരുത്, വളരാനായിട്ട് അനുവദിക്കും. വളർത്തുന്നത് ആരാണെന്ന് അറിയുമോ? ഞാനല്ല. നമുക്കൊന്നും പ്രശംസിക്കാൻ പറ്റില്ല. പൗലോസ് പറയുന്നത് എന്താ? അപ്പൊല്ലോസ് നട്ടു, മറ്റാൾ നനച്ചു. ആരെ വളർത്തിയത്? നമുക്കൊന്നും പ്രശംസിക്കാനായിട്ടില്ല. മറ്റുള്ളവരുടെ ആത്മീയമായ വളർച്ച കണ്ട് നമുക്ക് സന്തോഷിക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന അവസരം, കർത്താവ് നമ്മെ നീതീകരിച്ചു, രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിച്ചു. അതിൽ തന്നെ ഇരിക്കാതെ നമ്മൾ തിമോഥെയോസ് ലേഖനത്തിൽ ഇന്നലെ വായിച്ചു, രക്ഷ പ്രാപിക്കാൻ മാത്രം പോരാ, പിന്നെന്ത് വേണം? സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതായത് മൂപ്പന്മാരുടെ ആഗ്രഹമൊന്നുമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് സഫലീകരിക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകണം. എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായിട്ട്, എൻ്റെ പ്രശംസയ്ക്കായിട്ട് ഞാൻ ഒന്നും ചെയ്യാനായിട്ട് ഇടയാകരുതെന്നുള്ള പ്രാർത്ഥന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ്. അവിടുത്തെ ബലമുള്ള കൈക്കീഴ് എന്നെ താഴ്ത്തിയിരുത്തണം എന്ന്. ആ കയ്യ് എൻ്റെ തലയിൽ ടച്ച് ചെയ്തത് എനിക്കറിയണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഉയരാം. അതറിയാത്തടത്തോളം കാലം ആ കയ്യിൻ്റെ ടച്ച് ഞാൻ അനുഭവിക്കുന്നെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, ഉയരാൻ ശ്രമിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മെ പുഷ്ടിപ്പെടുത്തുന്നു, വളരുമാറാക്കുന്നു, പക്വതയിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ വിവേചിച്ചറിയുവാനായിട്ടുള്ള ആ വലിയ കഴിവിലേക്ക് നമ്മെ ഉയർത്തുന്നു. ഈ ചിന്തകളാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് എല്ലാ മഹത്വവും കരയേറ്റുന്നു. അവിടുന്ന് ദൈവവും കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സഭാഹോളിൽ കടന്നു വരുവാനും അങ്ങേ പാടി സ്തുതിക്കുവാനും അല്പസമയം അവിടുത്തെ തിരുവേദനത്തിന് മുമ്പിൽ ഇരുന്ന് അവിടുത്തെ വചനം കേൾക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിച്ച് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ പ്രദേശത്ത് വൈമീഫിനോടുള്ള ബന്ധത്തിൽ, ഇവിടെയുള്ള സ്ഥലം സഭയോടുള്ള സഹകരണത്തിൽ അനുഗ്രഹപ്പെട്ട വേല ചെയ്യുവാൻ
അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. അനേക ഭവനങ്ങളിൽ ഞങ്ങൾ കേട്ടതുപോലെ കയറി ഇറങ്ങി അവിടുത്തെ വചനം അറിയിക്കുവാനും അത് മുഖാന്തരം ചിലർ കർത്താവിനെ അറിയുവാനും അവിടുന്ന് കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം. അതുപോലെ പരസ്യയോഗങ്ങളിലും കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തു, അത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ആ നിലയിൽ ഈ ക്യാമ്പ് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ എല്ലാം ഭംഗിയായി ചന്തമായിട്ട് നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു, അത് ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് വൈമീഫിനായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ പ്രവർത്തിക്കുവാൻ ആ സംഘടനയെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചു, അത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്കും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം തന്നെ അത് അനുഗ്രഹമാക്കുവാൻ അനുഭവമാക്കുവാൻ അവിടുന്ന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് സ്തോത്രം. ഇന്നും അനേക ചെറുപ്പക്കാർക്ക് ആവേശമായിട്ട് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവിനെ സേവിക്കുവാനും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും ആ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഇടയായിട്ടുണ്ട് എന്നുള്ളതും നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വൈമിഫിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. കമ്മിറ്റി അംഗങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് കർത്താവ് ഇവിടെ കടന്നു വന്നതായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുവാൻ എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പകൽക്കാലം അവിടുത്തെ വചനം ആ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. അത് എത്രയോ മനോഹരമായ നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന നിലയിൽ ലഘുവായ നിലയിൽ ലളിതമായ നിലയിൽ അവിടുത്തെ ദാസനിൽ കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു, അത് ഓർത്ത് സ്തോത്രം. കർത്താവെ അവിടുത്തെ ആത്മാവിൽ ശരണപ്പെട്ട് കർത്താവെ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷ നിർവഹിപ്പാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. ശരീരത്തിൽ താൻ ബലഹീനനാണ്, അനേകമായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും തനിക്കുണ്ടെങ്കിലും അതിന് മധ്യത്തിൽ വചനം പഠിച്ച് കർത്താവെ അത് നിങ്ങൾക്ക് വിളമ്പിത്തരുവാൻ അവിടുന്ന് നൽകിയ എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ കൃപയിലും യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന കർത്താവിൻ്റെ പരിജ്ഞാനത്തിന് വളരുവാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തിൽ കൂടെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ പ്രബോധിപ്പിച്ച് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ കർത്താവ് വചനം കേൾക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ അത്രമാത്രം അത് കർത്താവ് ഞങ്ങൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ വളർച്ചയുടെ അളവ് ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിൽ കൂടെ അവിടുന്ന് പ്രകാശിപ്പിച്ചു തന്നു. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, പുരുഷത്വം കാണിക്കുവാൻ, അതിന് പക്വതയിലേക്ക് ഉയരുവാൻ ഈ നാളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ ഇന്നത്തെ വചന പഠനം ഞങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഞങ്ങളിൽ മാത്രമല്ല കർത്താവേ, അത് ഞങ്ങളുടെ സ്ഥലം സഭകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ പക്വതയിലേക്ക് ആളുകളെ ഞങ്ങൾ സഹോദരിമാരെ വിശ്വാസികളെ നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നടക്കേണ്ടതായിരിക്കുന്ന പരസ്യയോഗത്തെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനമഹത്വം അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എല്ലാ അനുകൂല പരിതസ്ഥിതികൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എല്ലാ മഹത്വവും തൃപ്പാത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ വീക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.